നമസ്കാരം. ഈ മാതാപിതാക്കൾ മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മോൻ പപ്പായെ അല്ലെങ്കിൽ മമ്മാനെ എന്തോരം സ്നേഹിക്കുന്നുണ്ട് എന്ന് കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പറയും ഇത്രയും സ്നേഹിക്കണമെന്ന് പറയും. അപ്പോൾ ആ അപ്പനും അമ്മയും വീണ്ടും ആ ചോദ്യം ചോദിക്കും, പപ്പാനെ അമ്മാനെ ഇത്രയും സ്നേഹിക്കുന്നുള്ളൂ? ഉടനെ ആ കൊച്ചി രണ്ട് കരങ്ങളും ഇങ്ങനെ പരമാവധി വിടർത്തിക്കൊണ്ട് പറയും, ഞാൻ ഇത്രയും സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയും. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹവും മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു അളവുകോലാണ് വിരിച്ചു പിടിച്ച കരങ്ങൾ. അതായത് സ്നേഹത്തിൻ്റെ ഏറ്റവും മൂർത്തിഭാവമാണ് ഇത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഒരിക്കലൊരു വൈദികൻ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഒരു സംഭവം പറയുകയുണ്ടായി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊരു സേവനം ചെയ്യുന്നൊരു ഡോക്ടർ പറഞ്ഞ അനുഭവമാണ്. മരണാസന്നമായ രോഗികൾ താമസിക്കുന്ന, അവരെ പാർപ്പിച്ചിരിക്കുന്ന ഒരു വാർഡിലാണ് ആ ഡോക്ടറിന് ജോലി. ഒരു ചെറിയ ബാലൻ അവിടെ അഡ്മിറ്റാണ്. ഒരു കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യൻ്റെ മകനാണ്. ആ കുഞ്ഞ് മരണത്തോട് പതുക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന് കൊടുക്കുന്ന മരുന്നുകളുടെ കാഠിന്യത്താൽ ഒരിക്കൽ പോലും ഉറങ്ങാൻ കഴിയാതെ വളരെയേറെ അസ്വസ്ഥപ്പെടുന്നത് കാണുന്നുണ്ട് ഡോക്ടർ. അപ്പോൾ ഒരു ഭിത്തിയോട് ചേർന്നാണ് ഈ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നത്, ഭിത്തിയോട് ചേർന്നുള്ള ഒരു ബെഡിൽ. അപ്പോൾ ഡോക്ടർ ഇവനെ ഒരുപാട് തവണ ഉറക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ പലപ്പോഴും ഒന്നും സാധിക്കുന്നില്ല. കണ്ണാടിയുടെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് ആ കുഞ്ഞിൻ്റെ അപ്പനത് കാണുന്നുണ്ട്, കൂലിപ്പണിക്കാരനായ ആ സാധു മനുഷ്യൻ. ഇടയ്ക്കെപ്പോഴോ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ അപ്പൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, അവന് വയ്യാതിരുന്ന കാലം മുതലേ എൻ്റെ ഈ നെഞ്ചിലാണ് അവൻ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. ഈ നെഞ്ചിൽ കിടത്തി 2 തട്ട് തട്ടിയാൽ അവൻ ഉറങ്ങിക്കോളും ഡോക്ടറെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഐസൊലേഷൻ വാർഡാണ്, നിങ്ങൾക്കിതിൽ പ്രവേശിക്കാനായിട്ട് കഴിയില്ല, കാരണം അത് ഇതിനുള്ളിൽ പാർപ്പിച്ചിരിക്കുന്ന രോഗികൾക്ക് നന്നല്ല. ഉടനെ ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, എങ്കിലെൻ്റെ മോനോട് പറയണം, അവൻ കിടക്കുന്ന ഭിത്തിയുടെ അപ്പുറത്ത് അവൻ്റെ അച്ഛൻ കൈ രണ്ടും വിരിച്ച് ഭിത്തിയോട് ചേർന്ന് നെഞ്ചൊട്ടി നിൽപ്പുണ്ട്. അച്ഛൻ്റെ നെഞ്ചിലാണ് മോൻ കിടക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് കിടന്നോളാൻ പറയാൻ പറഞ്ഞു. ഡോക്ടർ അത് തിരിച്ച് ചെന്ന് ഈ കുഞ്ഞിനോട് പറഞ്ഞു, മോൻ്റെ അച്ഛൻ ഈ ഭിത്തിക്ക് അപ്പുറത്ത് ഒട്ടി നിൽപ്പുണ്ട്, അച്ഛൻ്റെ നെഞ്ചിലാണ് മോൻ കിടന്നുറങ്ങുന്നതെന്ന്. ഒരു റൗണ്ട് ഏകദേശം കുറച്ച് സമയം പൂർത്തിയായ ശേഷം അടുത്ത ഷിഫ്റ്റ് ആയപ്പോൾ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി. ഈ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന കരളലിയിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ, ആ ഭിത്തിയോട് ചേർന്ന ഒരു കുരിശ് കണക്കെ ഒരു മനുഷ്യൻ തൻ്റെ വിരിച്ച കരങ്ങളുമായിട്ട് നെഞ്ച് ആ ഭിത്തിയോട് ചേർത്ത് നിൽക്കുന്ന ഒരു സങ്കടപ്പെട്ട കാഴ്ചയാണ് ഡോക്ടർ കണ്ടത്. വൈദികരുടെ ഒരു സമ്മേളനത്തിൽ വൈദികരെ അഭിസംബോധന ചെയ്തപ്പോഴാണ് ഈ ഡോക്ടർ ഈ സംഭവം പറഞ്ഞത് എന്നാണ് അച്ഛൻ പറയുന്നത്. സ്നേഹമുള്ളവരെ, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അളവുകോലാണ് കുരിശിലെ വിരിച്ചു പിടിച്ചിരിക്കുന്ന ആ കരങ്ങൾ, തൂക്കപ്പെട്ട ശരീരം. നിന്നെ ഞാൻ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്. എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇത്രമാത്രമാണ് സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിരിച്ച കരങ്ങളോടുകൂടി സ്നേഹം ഇന്നും ധാരധാരയായി ഒഴുകുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.